മഹാഗുരു ശരണം. ഇന്ന് 2025 ജൂൺ മാസം 16-ാം തീയതി തിങ്കളാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നലെ ഞായറാഴ്ച കുറേയധികം കോളുകളുണ്ടായിരുന്നു. ഒരു ചെറിയ യാത്ര, കാര്യം 1-2 ഭവന സന്ദർശനം നേരത്തെ പറഞ്ഞതനുസരിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് കുട്ടികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ്. കാര്യം കുട്ടികളെക്കുറിച്ച് ഇപ്പോൾ കുട്ടികൾ എന്ത് പ്രായമായാലും 18 വയസ്സ്, 20 വയസ്സ്, 25 വയസ്സ് ആയാലും രക്ഷകർത്താക്കൾ പറയുന്നതനുസരിച്ച് കുട്ടികൾ പെരുമാറുന്നില്ല, അവർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്ക് എന്തോ പ്രശ്നങ്ങളാണെന്ന് രക്ഷകർത്താക്കൾ തോന്നുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷകർത്താക്കൾക്ക് എല്ലാവർക്കും അത് തോന്നുന്നു. ഇത് നമ്മുടെ മാതാപിതാക്കൾക്കും ഇത് തോന്നിയിരുന്നു. അതിങ്ങനെ തലമുറകളായിട്ട് ഉള്ള ഒരു പകർച്ചയെന്ന് പറയാം, അങ്ങനത്തെ ഒരു തോന്നലുകൾ. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പം ചില കുട്ടികൾ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയും. അപ്പം അങ്ങനെ പറയുന്ന ഒരു കുട്ടിയെ കാണണമെന്ന് വിചാരിച്ച് ആ കുട്ടിയെ കണ്ടപ്പോൾ അപ്പോൾ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, മുഖഭാവത്തിൽ അവരുടെ ചില കാര്യത്തിൽ അറിയാം. പക്ഷേ ഈ കുട്ടി സാധാരണ പോലെയാണ് ഈ കുട്ടി. പക്ഷേ കണ്ട് അതിൻ്റെ ഹോറോസ്കോപ്പും കണ്ടപ്പോൾ ഇപ്പോൾ ഈ ജന്മത്തിൽ അതിനെ സ്വാധീനിച്ചിരിക്കുന്നത്, കാര്യം കഴിഞ്ഞ പാസ്റ്റ് ലൈഫ് തന്നെയാണോ എന്താണെന്ന് കൃത്യമായിട്ട് അവലോകനം ചെയ്യാൻ സാധിക്കുന്നില്ല എൻ്റെ അറിവിൻ്റെ പരിമിതികൾ വെച്ച്. അപ്പോൾ ഈ കുട്ടീനെ ഇത് ചെയ്തിരിക്കുന്നത്, ഈ കുട്ടി ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. വലിയ പ്രായമില്ല, 7 വയസ്സോ മറ്റേ ഉള്ളൂ, 4-5 വയസ്സേ ഉള്ളൂ. ഇംഗ്ലീഷ് മാത്രമേ ഈ കുട്ടി സംസാരിക്കുള്ളൂ ചെറുപ്പം മുതൽ. മലയാളികളായ മാതാപിതാക്കളാണ്. 2, ഈ കുട്ടി ഭയങ്കര കൃഷ്ണഭക്തയാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് ആകെ എനിക്കറിയുന്നത് ഈ കുട്ടി ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ, ഞാൻ അറിയുന്നത്. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുട്ടി കൃഷ്ണഭക്തയാണോ? അത് ഇസ്കോൺ ക്ഷേത്രങ്ങളോട് ഈ കുട്ടിക്ക് താല്പര്യമുണ്ടോ? ഉണ്ട്. വെള്ളത്തിൽ മുങ്ങുന്നത്, ആ ഒരിത് കുട്ടിക്ക് പേടിയുള്ളൊരു കാര്യമാണോ? അതെ. പിന്നെ ഈ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഇന്ത്യ എന്നത് ഭയങ്കര അഭിമാനമാണ്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ത്യയിലെന്ന് ആ കുട്ടി പറയുന്നത്. ഞാൻ എറണാകുളത്താണ്, അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂരാണ്, ഞാൻ കൊച്ചിയിലാണ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണെന്ന് കുട്ടി പറയുന്നില്ല. ഞാൻ ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. ഭയങ്കര എവിടെ പോകണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്ത്യയിൽ പോകണമെന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ലൈഫ്, എൻ്റെ അറിവ് വെച്ചിട്ട് ആ പാസ്റ്റ് ലൈഫ് ഏതോ വിദേശിയായിരുന്നു ആ കുട്ടി. ആ വിദേശിയായിട്ട് ഇന്ത്യയിൽ തീർത്ഥാടനത്തിൽ വന്നപ്പോൾ ഏതോ തീർത്ഥസ്നാനത്തിൽ മുങ്ങി മരിച്ചതാണ്. ആ സോളാണ് കുട്ടി വന്നിരിക്കുന്നത്. ഭയങ്കര കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് അവർ പറയുന്ന ഈ കുട്ടി ഇങ്ങനെയൊന്നും സംസാരിക്കുകയില്ല, ഇങ്ങനെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യുകയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ചിലരോട് ഇവൾക്കൊരു വൈബ് വരും. ഈ കുട്ടിക്ക് കൂടുതൽ ഇഷ്ടം അച്ഛനോടാണ്, മനസ്സിലായോ? ചിലരോട് വൈബ് വരും. അത് ഒരു 2 മണിക്കൂറോളം ഈ കുട്ടി എൻ്റെ അടുത്ത് ഇത് ചെയ്യായിരുന്നു, കൃഷ്ണ ഇതായിരുന്നു, എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്തിരുന്നു, എൻ്റെ മടിയിലിരുന്നു. എന്താണ് കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ ആ കുട്ടി പറയുന്ന ഇംഗ്ലീഷൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. ആ രീതിയിലാണ് പറയുന്നത്. ആ പ്രായത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റേ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഷേക്സ്പിയർ നാടകങ്ങളിലെ ഇംഗ്ലീഷ് ഡയലോഗ് എന്ന് പറയുന്ന പോലെ ആ കുട്ടി പറയുന്ന പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഈ അത്യാവശ്യത്തിന് തട്ടിയും മുട്ടിയും പോകാനുള്ള ഇംഗ്ലീഷല്ലേ പഠിച്ചിരിക്കുള്ളൂ. ഭയങ്കര ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. മലയാളം അതിൽ നിന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. ഇംഗ്ലീഷുകാരി ആ രൂപസാദൃശ്യം കൊണ്ട് ഒരു ഇന്ത്യൻ എന്ന് അറിയുന്നുള്ളതല്ലാണ്ട് ആ കുട്ടിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അതൊരു വിദേശിയാണെന്നേ പറയുള്ളൂ, വിദേശി കുട്ടിയാണെന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കുട്ടി, അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് കുട്ടി സ്പെഷ്യൽ ചൈൽഡാണ്, അത് ഇതാണ്. പിന്നെ നോക്കിയപ്പോൾ ഇതിനൊരു 9 വയസ്സ് വരെ ഇതിന് ബാലാരിഷ്ടതയുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, ആദ്യം അച്ഛനമ്മമാർ ഞങ്ങളുടെ കുട്ടി സ്പെഷ്യൽ ചൈൽഡാണ്, ഓട്ടിസ്റ്റിക് ആണെന്നുള്ള വിചാരം മാറ്റുക. ഈ കുട്ടി എന്താണോ, ഏതിലേക്കാണോ, അപ്പോൾ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഈ കുട്ടിയുടെ ചില കാര്യങ്ങൾ, ചില കാര്യങ്ങളോട് അവളൊന്ന് ഞാൻ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കുക കേട്ടോ, ചിലർ അതിന് ഇത് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ പറയുന്നതാണ്, ഇന്റിമസി തോന്നുമ്പോഴാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള വാദ്യം, ഇതെല്ലാം ചോദിച്ച്, എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആ കുട്ടീനെ വിടുക. ആ കുട്ടീനെ പലപ്പോഴും സംഭവിക്കുന്നത് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മുടെ ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നമ്മൾ നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. വേറൊരു കുട്ടിയുടെ ഇപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു,
ആ കുട്ടി പടം വരയ്ക്കുന്നത്. മനസ്സിലായ? ചെറിയ കുട്ടിയാണ്, അതും ഇത് 6-7 വയസ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ കുട്ടീനെ കാണാൻ പോകണമെന്ന് വിചാരിച്ച് നടന്നിട്ടില്ല. ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ആ കുട്ടിയുടെ വീട്. അപ്പോൾ അതും ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും രക്ഷകർത്താക്കൾ പറയുന്നത് എന്താ വെച്ചാൽ കുട്ടി ജനിച്ചതിന് ശേഷം പ്രശ്നങ്ങളാണ് ഇതാണെന്നുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, കുട്ടികൾക്കല്ല, കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ നമ്മൾക്കാണ് പ്രശ്നങ്ങൾ എപ്പോഴും. അവർ ഒരു ദൗത്യമായിട്ട് ജന്മം കൊള്ളുകയാണ്. ഇപ്പോൾ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ സഹിച്ചത് യശോദാമ്മയാണ് അല്ലേ? യശോദാമ്മ ഭാഗവതം വായിക്കുമ്പോൾ നമ്മളിപ്പോൾ വളരെ ഭക്തിപൂർവം ഒക്കെ നമ്മൾ വായിക്കും, പാരായണം ചെയ്യും, 7 ദിവസം സപ്താഹമായിട്ടൊക്കെ ഇത് വളരെ ആനന്ദ നിർവൃതിയിൽ നമ്മൾ ഇത് ചെയ്യും. പക്ഷേ റിയൽ ലൈഫിൽ കൃഷ്ണനെ പോലെ ഒരു കുട്ടി നമുക്ക് ജനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കി. എന്തായിരിക്കും അവസ്ഥ? ഉടനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു, രക്ഷകർത്താക്കൾക്ക് കൗൺസിലിങ്, കുട്ടിക്ക് കൗൺസിലിങ്, കുട്ടിക്ക് സ്പെഷ്യൽ സ്കൂള്. നോക്കിയേ, കൃഷ്ണനെ പോലെ ഒരു കുട്ടി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കുട്ടി അത് പെൺകുട്ടിയാണ്. പറഞ്ഞ കുട്ടി, ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ യു ആർ ലിറ്റിൽ കൃഷ്ണ എന്നാണ് പറഞ്ഞ ആ കുട്ടിയുടെ. കാര്യം ഒരു കൃഷ്ണൻ കാണിക്കുന്ന കുസൃതികളെല്ലാം ഞാൻ പറഞ്ഞ എന്നെ ബ്ലസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ബ്ലസ് ചെയ്തു. ഇവർ പറയുന്ന കുട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ പഴം കൊണ്ടുവരുന്നു ഈ കഴിക്കാനായിട്ട്. പഴം ചിലപ്പോൾ ഞാൻ കയ്യിൽ കരുതും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പഴം നേദിക്കൂ. അപ്പോൾ അവിടെ കൊണ്ടുപോയി നേദിക്കുന്നു, പ്രസാദം ഇത് ചെയ്യുന്നു. മഞ്ഞയോട് ഇഷ്ടം ആ കുട്ടിക്ക്. അത് കഴിഞ്ഞിട്ട് ആ പ്രസാദം തരുമെന്ന് പറഞ്ഞാൽ പ്രസാദം തരുന്നു. വളരെ ഇത് ആ കുട്ടി കഴിക്കാനെടുക്കുന്നത് എന്താണ്, താമര ഇതുണ്ടല്ലോ, അതാണ് കഴിക്കാൻ. എനിക്ക് തന്നു, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു മോളെ അങ്കിളിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവൾ അതാണ്. അങ്ങനെ ചില കാര്യങ്ങൾ, വെണ്ണ ഇഷ്ടം, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ആ കുട്ടി വെജിറ്റേറിയനാണ്. രക്ഷകർത്താക്കൾ നോണാണെങ്കിലും ആ കുട്ടിക്ക് ഇഷ്ടം വെജിറ്റേറിയനാണ്. പിന്നെ മുട്ട കഴിക്കും, നിർബന്ധിപ്പിച്ച് മുട്ട കഴിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ഇഷ്ടം വെജിറ്റേറിയനാണ്. അപ്പോൾ മനസ്സിലാക്കാം, നമുക്ക് ദൈവം ഒരു കുട്ടീനെ അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണ്. നമുക്കത് സ്പെഷ്യൽ ചൈൽഡ് ഇതാണെന്ന് തോന്നും. പക്ഷേ ആ കുട്ടിക്ക് തോന്നും എൻ്റെ രക്ഷകർത്താക്കൾ എന്തോ വെരി വെരി സ്പെഷ്യലാണെന്ന് തോന്നും. ആ കുട്ടീനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഇത്രയും പ്രായത്തിൻ്റെ പക്വതയും അറിവിൻ്റെ ജ്ഞാനവും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികളെ അവരുടെ രീതിയിൽ, അതാണ് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ എപ്പോഴും പറയുന്നത്. കുട്ടികളുടെ രക്ഷകർത്താക്കളും പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സും അവർക്ക് വേണ്ട വഴി കാണിക്കേണ്ടതാണ്. എല്ലാ കുട്ടികളും ഒരേ അച്ചിൽ വാർത്തതല്ല, പല പല അച്ചിൽ പല ജീനുകളിൽപ്പെട്ടതാണ്. അത് മനസ്സിലാക്കുക. ആ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ കുട്ടിയുടെയും കാര്യം അത് തന്നെ. അപ്പോൾ നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ഒരു രക്ഷകർത്താവ് കാര്യം, ഒരു കുട്ടി പഠിക്കാനും ഇതൊക്കെ പഠനത്തിലൊന്നും, പക്ഷെ ആ കുട്ടി ഒരു യോഗിയുടെ ആത്മകഥ ആ ഗ്രന്ഥം കിട്ടിയത് ശേഷം അത് ഭയങ്കര താല്പര്യത്തോടെ വായിക്കുന്നു. അപ്പോൾ അതങ്ങനെ വായിക്കാവോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു, വായിക്കാവോ ഇതാണെന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ വായിക്കാനായിട്ട് മടിയാണെന്നൊക്കെ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ എന്തിനാ അതിൽ അവരെ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിൽ കൊണ്ടുവരുന്നത്? അവർ ഇതിൽ വീഴ്ചയെന്ന് പറഞ്ഞാൽ അതിൽ പോരായ്മ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ അവർ കഴിക്കുമ്പോൾ മോനെ അല്ലെങ്കിൽ മോളെ നാളെ എന്ത് വേണം, ഇഡ്ഡലി വേണോ, ദോശ വേണോ, പുട്ട് വേണോ, ഇടിയപ്പം വേണോ എന്ന് ചോദിക്കുന്ന നമ്മൾ കുട്ടികളുടെ മനസ്സിൽ അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക്, അവരുടെ ഭാവിയിലേക്ക് ഉതകുന്ന എന്താണ് നിന്റെ പ്ലാൻ, എന്താണ് അച്ഛൻ ചെയ്യേണ്ടത്, എന്താണ് അമ്മ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ളതാണ് പറയണം കേട്ടോ. എൻ്റെ കുട്ടികളുടെയും ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവരിങ്ങനെ അമ്മയായിട്ട് ചേർന്നിങ്ങനെ പോയി. പക്ഷേ ഇനി അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, കുട്ടികളെ ഞാൻ എപ്പോൾ സംസാരിച്ചാലും കുട്ടികളോട് സംസാരിക്കാൻ ശ്രമിക്കും. കുട്ടികൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾ വളരെ എന്താണ് വിശിഷ്ട വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അവർ ദൈവം നമുക്ക് തന്നിരിക്കുക, നമുക്ക് സന്താനം വേണം, സൽസന്താനം വേണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നല്ലൊരു സൽസന്താനത്തിനെ തന്നെ ദൈവം തന്നിരിക്കുക. ഇപ്പം നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ കാര്യം അമ്മ പറഞ്ഞത്. അമ്മ ശിവനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ചെറുപ്പപ്രായം മുതൽ. ആ ഹോർമോൺ ചേഞ്ച് മുതലായിരിക്കും പ്രാർത്ഥിച്ചത്. പക്ഷേ ശിവന് ആ അമ്മയുടെ ഭർത്താവായി വരാൻ സാധ്യമല്ല. പക്ഷെ ശിവചൈതന്യമുള്ള ഒരു കുട്ടിയെ ആ അമ്മയ്ക്ക് നൽകി. ഇപ്പോൾ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഭജനമിരുന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ഉണ്ടായതെന്ന് പറയുന്നു. അത് ശിവാംശമാണെന്ന് പറയുന്നത്. അതുപോലുള്ളൊരു കുട്ടിയെ അമ്മയ്ക്ക് നൽകി. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ പ്രതീക്ഷകൾ, നമ്മൾ പറഞ്ഞ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള കുട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവരേതാണെങ്കിലും ശാരീരികമായും മാനസികമായും
സാമൂഹികമായും ആഹാരപരമായും അവരേത് സ്വത്വമാണോ നിലനിർത്തുന്നത് ആ സ്വത്വത്തിൽ അവരെ വളർത്തുക, നമ്മുടേതായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കുക. പക്ഷേ അവരുടെ ചില പ്രവൃത്തികൾ സമൂഹ നിയമങ്ങൾക്കെതിരാണെങ്കിൽ മാത്രം നമ്മൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കുക, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മോനെ എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. കാര്യം അവർ ഇന്ത്യൻ ഭരണഘടനയോ ഇതൊന്നും അവർ വായിച്ചിട്ടല്ല ജന്മം കൊണ്ടിരിക്കുന്നത്. അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഈ പറഞ്ഞ വേറൊരു ഭരണഘടനയും വേറൊരു നീതിയുമായിരിക്കാം. ഈ ജന്മത്തിൽ അവർ വരുമ്പോൾ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനുള്ള സമയം പിടിക്കും. അപ്പോൾ അത് അവർ സാമൂഹികമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കുട്ടികളെക്കുറിച്ച് പറയാനുള്ളത്. കുട്ടികൾ നമ്മുടെ അസറ്റാണ്. നമ്മൾ വിചാരിക്കും കുറേ സ്ഥലം വാങ്ങിച്ചിട്ടു, കുറേ ഷെയർ മാർക്കറ്റിലിട്ടു, കുറേ സ്വർണം വാങ്ങിച്ച് വെക്കുന്നതാണ് അസറ്റ് എന്ന്. അല്ല, നമ്മുടെ കുട്ടികളാണ് നമുക്ക് അസറ്റ്. അത് ദൈവമായിട്ട് നമുക്ക് തന്നതാണ് നമ്മുടെ കുട്ടികൾ. അത് നമ്മൾ അർഹിക്കുന്നതും നമ്മളെ കൈപിടിച്ച് നടത്താവുന്ന കുട്ടികളുമാണ് നമുക്ക് വന്നത്. ഇനി അഥവാ ആരെങ്കിലും പറയല്ല ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ കാര്യങ്ങളാണ്, ചിലപ്പോൾ കൈകാൽ സ്വാധീനക്കുറവ്, കേൾവി, കാഴ്ച, അങ്ങനെ പല ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനും കാരണക്കാർ അതാത് വ്യക്തികളാണ്, അറിഞ്ഞോ അറിയാതെയോ പല ജന്മങ്ങളിൽ. അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ ഈ ജന്മജന്മാന്തരമായുള്ള പുണ്യപാപങ്ങളുടെ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേശ്വരം എന്ന് നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ഇത് വെച്ചിട്ട് എന്തോ ഒക്കെ നമ്മുടെ കാർമികം ഈ കുട്ടിയിലൂടെ പ്യൂരിഫൈ ചെയ്യാനാണ്. ആ കുട്ടിയെ ഈശ്വരൻ്റെ കൃഷ്ണനായിട്ട്, യശോദാമ കൃഷ്ണനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയോ അതേ രീതിയിൽ വളർത്തുക. ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചതായിട്ട് പരാതി വരിക. ഇന്നത്തെ കാലത്ത് വലുതുമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ. കുളിക്കടയിൽ വെച്ച് ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചു, അയൽവക്കക്കാരൻ്റെ വീട്ടിലെ വെണ്ണ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നാൽ തിത്തയ്യാണ്, പുകില് അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കൂ, നമ്മുടെ കുട്ടികൾ ദൈവീക ചൈതന്യമുള്ളതാണ്. ഞങ്ങളുടെ സമുദായത്തിന് വിശ്വാസ പ്രമാണം വെച്ച് 5-6 വയസ്സ് വരെയുള്ള കുട്ടികൾ കൃഷ്ണൻ അല്ലെങ്കിൽ ദേവി മായ അവരുടെ പ്രതിനിധികളായിട്ട്, പ്രതിരൂപങ്ങളായിട്ട് കണ്ടിട്ട് അവർക്ക് ബാലഭോജനമൊക്കെ നടത്തുന്ന ഒരു ചടങ്ങ് ഞങ്ങളുടെ സമുദായത്തിലുണ്ട്. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത ഉപാസനയുടെ പുണ്യം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും ദീർഘായുസ്സുണ്ടാകണം, പൂർണ്ണ ആരോഗ്യം ഉണ്ടാകണം, പൂർണ്ണമായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് സ്വാതന്ത്ര്യത്തോടെ നടക്കുവാനും സംസാരിക്കുവാനും കേൾക്കുവാനും ഭക്ഷിക്കുവാനും ജോലികൾ ചെയ്യുവാനുള്ള പൂർണ്ണ പക്വത, പൂർണ്ണ രീതിയിലുള്ള ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകണം. അതുപോലെ എല്ലാ കുടുംബത്തിലും സത്സന്താനങ്ങൾ ഉണ്ടാകണം. അതുപോലെ കുടുംബത്തിലെ ഓരോ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് അനുയോജ്യമായ ഈ ജന്മം കൊണ്ട് അവർ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുന്ന സർവീസോ പ്രൊഫഷനോ ജോലിയിലോ ജീവിത സാഹചര്യങ്ങളോ അവർക്ക് ലഭിച്ച് നല്ല വരുമാന മാർഗം ലഭിച്ച് ധർമാർത്ഥ കാമമോക്ഷാർത്ഥം എന്നുള്ള തത്വമനുസരിച്ച് നല്ല ജീവിതം അവർക്ക് നയിക്കുവാനായിട്ട് ഉത്തമമായ സംസ്കാര സമ്പന്നമായ ജീവിത പങ്കാളി ലഭിക്കണം. അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ, ഉദ്യോഗമാകട്ടെ, മറ്റു ജീവിത വൃത്തികളാകട്ടെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവൃത്തികളാകട്ടെ, വരുമാന മാർഗങ്ങളാകട്ടെ, അത് നല്ല രീതിയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി, വരുമാന മാർഗം ഓരോ സമയത്തും വരുമാനം വർധന ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കളിക്കുന്ന സമയത്താകട്ടെ, വിനോദ സമയങ്ങളിലാകട്ടെ, കുട്ടികളുടെ പഠന സമയങ്ങളിലാകട്ടെ, കുട്ടികൾ കളിക്കുന്ന സമയത്താകട്ടെ, കുട്ടികൾ ചെയ്യുന്ന യാത്രകളിലാകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ, അത് വീട്ടിലാകട്ടെ, യാത്രകളിലാകട്ടെ, മറ്റ് ഹോസ്റ്റൽ അല്ലെങ്കിൽ ലോഡ്ജ്, അങ്ങനെ എവിടെയാണെങ്കിലും ആകട്ടെ, തീർത്ഥാടന കേന്ദ്രമാകട്ടെ, എന്തുമാകട്ടെ, അവിടെയൊക്കെ അവർക്ക് ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷിതത്വം കിട്ടുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടദേവത, കുലദേവത, ഗ്രാമദേവത, കുടുംബദേവത, ഗുരുക്കന്മാർ, ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും സദാ സർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തോന്നലുണ്ടാകുവാനും അതിൻ്റെ 100 മേനി അനുഗ്രഹമായി പ്രപഞ്ചത്തിൽ നിന്ന് ആയുരാരോഗ്യ സൗഖ്യമായും സൽസന്താന സൗഭാഗ്യമായും
സമ്പൽ സമൃദ്ധിയായും കുടുംബത്തിൽ ഐക്യമത്യമായും സമാധാനമായും സന്തോഷമായും സമൃദ്ധിയുമായും ഉണ്ടാകണമെന്നും എല്ലാ കുടുംബ ബന്ധങ്ങളിലും, അത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാകട്ടെ, അച്ഛനമ്മ മക്കൾ ബന്ധങ്ങളിലാകട്ടെ, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സഹോദര ബന്ധങ്ങളിലാകട്ടെ, അമ്മായി അച്ഛൻ അമ്മായി അമ്മ എന്നുള്ള ആ നമ്മുടെ വൈവാഹിക ജീവിതത്തിന് ശേഷമുള്ള ബന്ധങ്ങളിലാകട്ടെ, അതുപോലെ ഉടമ തൊഴിലാളി ബന്ധങ്ങളിലാകട്ടെ, ജോലിസ്ഥലത്തെ സൗഹൃദ ബന്ധങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ വ്യക്തിപരമായ സൗഹൃദ ബന്ധങ്ങളിലെല്ലാം സമാധാനം, സന്തോഷം, ഐക്യമത്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാരെ, ഉപാസനാമൂർത്തികളെ മാധ്യമമായി നിർത്തിക്കൊണ്ട് 33 ദേവതകളോട്, പ്രവാചകന്മാരോട്, ത്രിമൂർത്തികളോട്, പരാശക്തി പരമാത്മ സ്വരൂപങ്ങളോട് എല്ലാവർക്കും എല്ലാ സമയത്തും സദാ സർവദാ സർവത്ര നല്ലത് മാത്രം വരണമെന്ന് സങ്കല്പം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൻ.